ഹായ് ഫ്രണ്ട്സ്, 5 ലീവ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്നാക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളി സാധനമാണ്. ഞാൻ 2-3 ദിവസമായി പാചകം ഇട്ടിട്ട്. നിങ്ങളെൻ്റെ ഡാൻസ് മാത്രമല്ലേ കണ്ടിരുന്നുള്ളൂ, അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. മധുരക്കിഴങ്ങാണ്. തൊലി ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അരിഞ്ഞ് വയ്ക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുളിപ്പൊക്കെ കിട്ടും. അതിന് ഇത്തിരി വിനാഗിരി ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ചേർക്കാറില്ല. അങ്ങനെ ഇത് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് അതവിടെ വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് റെഡിയാക്കാം. കടലമാവാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇടുക. പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് പെരിഞ്ജീരകം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കുക. ആ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടരുത്, ശ്രദ്ധിച്ച് കുറച്ച് ഒഴിച്ച് കുഴയ്ക്കണം. എന്നിട്ട് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവം കേട്ടോ, ഈ പരുവത്തിലാവാൻ പാടുള്ളൂ. അത് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു മല്ലിയില കുറച്ച് അരിഞ്ഞിട്ടുള്ളൂ. മല്ലിയില ഇടണമെന്നൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം മല്ലിയില. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും, അതിനിട്ടതാണ് കേട്ടോ. ഇതേപ്പം മാവ് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിലങ്ങോട്ട് മറച്ചും തിരിച്ചൊക്കെ അതിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി ചട്ടിയിലേക്ക് അങ്ങോട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. അത് മറച്ചിട്ട് തീയ് കുറവിലിട്ടോളൂ കേട്ടോ. ഒന്ന് വേവുന്നുണ്ട് ഉള്ളിലത്തെ കിഴങ്ങ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കണേ. ആ ഒരു ഇളം മധുരം ഒക്കെ ആയിട്ട് ഈ എരിവും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി കൂട്ടി കഴിക്കാം, അല്ലേ നമുക്ക് സോസ് കൂട്ടി കഴിക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മധുരക്കിഴങ്ങ് ബജ്ജി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടൂ കേട്ടോ.